ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാൻ മനീഷ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയല്ലേ? എന്നാൽ ഒട്ടും സമയം കളയാതെ ലേൺ വിത്ത് മനീഷ എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2026 ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗവേദി. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. 2026 ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗവേദി. അത് നമ്മുടെ ഇന്ത്യയിലായിരുന്നു, ന്യൂഡൽഹിയിലായിരുന്നു. എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് ചോദിക്കുകയാണ്. ഇത് PYQ ആയിരുന്നു. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പേര്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പേര് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച തുരങ്കപാത, അതായത് വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ പേര് എന്താണ്? ചൂരൽമല, വയനാട്, പോത്തുകൽ, മലപ്പുറം. ഞാൻ ഈ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളും കൂടി പറയാനൊന്ന് ശ്രമിക്കണേ, എന്നാലേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച തുരങ്കപാത എന്താണ്? ചൂരൽമല, പോത്തുകൽ. ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ് കേട്ടോ. ഇതിൻ്റെ ദൈർഘ്യം എത്രയാണ്? 2 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം അതാരാണ്? അത് നമ്മുടെ സ്വന്തം വൈഭവ് സൂര്യവംശിയാണ്. ആരാണ്? വൈഭവ് സൂര്യവംശി. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരമാണ് വൈഭവ് സൂര്യവംശി. 11 പന്തിലായിരുന്നു കേട്ടോ 50 റൺസ് നേടിയത്. 11 പന്തിലാണ് 50 റൺസ് നേടിയത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. 2026 ജൂൺ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? 2026 ജൂൺ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 യുദ്ധക്കപ്പലുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒന്ന് INS ദുനഗിരി, INS സംശോധക്, INS അഗ്രേ. ഇത് 2-3 പ്രാവശ്യം പറഞ്ഞാലേ നമുക്ക് മൈൻഡിൽ നിൽക്കുകയുള്ളൂ. INS ദുനഗിരി, INS സംശോധക്, INS അഗ്രേ. ഇത് പ്രോജക്റ്റ് 17A എന്ന പദ്ധതിയിലെ 5ാമത്തെ കപ്പലാണ് കേട്ടോ. ഈ ദുനഗിരി എന്ന് പറയുന്നത് പ്രോജക്റ്റ് 17A എന്ന പദ്ധതിയിലെ 5ാമത്തെ കപ്പലായിരുന്നു. ഏതൊക്കെയാണ്? ദുനഗിരി, സംശോധക്, അഗ്രേ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അണ്ടർ 18 ആൺകുട്ടികളുടെ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ചായി നിലവിൽ വന്ന മലയാളി. ഒരു മലയാളിയാണ്, നമുക്ക് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ടോം ജോസഫ്. എന്താണ്? ടോം ജോസഫ്. അണ്ടർ 18 ആൺകുട്ടികളുടെ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് നിലവിൽ വന്ന മലയാളിയാണ് ടോം ജോസഫ്. അതിൻ്റെ മത്സരവേദിയും കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം. ചൈനയിലെ ഹൈക്കോവ്. എന്താണ്? ചൈനയിലെ ഹൈക്കോവ് ആയിരുന്നു മത്സരവേദി. ടോം ജോസഫ് ആണ് മലയാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരം എന്താണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരം അത് ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ട്. ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരം. ഇനി ആദ്യത്തെ താരം ആരാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അത് നമുക്ക് ഇന്ത്യൻ താരമാണ്, ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ജോ റൂട്ട് ഇംഗ്ലണ്ടാണ് രണ്ടാമത്തെ താരം. ആദ്യത്തെ താരം കമൻറ്റ് ചെയ്തേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. FIH വനിതാ ഹോക്കി നേഷൻസ് മത്സരത്തിൽ ചാമ്പ്യന്മാരായ രാജ്യം. FIH വനിതാ ഹോക്കി നേഷൻസ് മത്സരത്തിൽ ചാമ്പ്യന്മാരായ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഈ ഇന്ത്യ ചാമ്പ്യന്മാരായ ഒരുവിധമുള്ള എല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അത് എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കുന്നതായതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 2023-24 റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമേഖല? അതായത് 2023-24 റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനം വനമേഖലയുണ്ടെന്ന് ചോദിച്ചാൽ 29.68 ആണ്. 29.68. എത്ര കിലോമീറ്റർ വനം വർദ്ധിച്ചിട്ടുണ്ട്? 2022-23 വർഷത്തേക്കാൾ 4.343 ചതുരശ്ര കിലോമീറ്റർ വനം എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട്. അടുത്തത്. ഇത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം എന്താണ്? പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം അത് നോർവേ ആണ്. നോർവേ.
ഇവർ 2024 സ്കൂളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു 2024. ഇപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി പുനർനിയമനം ലഭിച്ചത് ആർക്കാണ്? അതായത് നേരത്തെ സോളിസിറ്റർ ജനറൽ ആയിരുന്ന ആളെ ഒന്നും കൂടി എന്ത് ചെയ്തു? നമ്മൾ പുനർനിയമിച്ചു. അത് ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടി ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. ശ്രദ്ധിക്കണം, ആൻസർ നോക്കാതെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒന്ന് നോക്കണമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗവേദി ഏതാണ്? ന്യൂഡൽഹി. വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച തുരങ്കപാത ഏതാണ്? ചൂരൽമല പോത്തുകൽ. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. 2026 ജൂൺ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 3 യുദ്ധക്കപ്പലുകൾ INS ദുനഗിരി, INS സംഷോദ്, INS അഗ്രേ. അടുത്തത്, അണ്ടർ 18 ആൺകുട്ടികളുടെ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായി നിലവിൽ വന്ന മലയാളിയാണ് ടോം ജോസഫ്. അതിന്റെ മത്സരവേദിയാണ് ചൈനയിലെ ഹൈക്കോവ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരം ആരാണ്? ജോ റൂട്ട്, ഇംഗ്ലണ്ട്. ആദ്യത്തെ താരം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇത് ജോ റൂട്ട്, ഇംഗ്ലണ്ട്. അടുത്തത്, FIH വനിതാ ഹോക്കി നേഷൻസ് മത്സരത്തിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 2023-24 റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമേഖല എന്ന് ചോദിച്ചാൽ 29.68% വനമേഖല. അതിൽ 4.343 ചതുരശ്ര കിലോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും. അതുപോലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് നോർവേ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായിട്ട് പുനർനിയമനം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകൾ. ഇതുപോലെയുള്ള ഡെയിലി കറണ്ട് അഫേഴ്സ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉത്തരങ്ങളും താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്